ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പം വരുന്ന മാസങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഈ വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ വിശ്വാസ്യത എന്നൊക്കെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് മെഷീൻ എന്ന് വെച്ചാൽ നമുക്ക് 3 ഭാഗങ്ങളാണ്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, അടുത്ത വിവിപാറ്റ്. ഈ 3 ഭാഗങ്ങളായിട്ടാണ് ഈ വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ബെൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് ഈ വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ബാലറ്റ് യൂണിറ്റ്, വിവിപാറ്റ് മാത്രമേ അയാളുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് പ്രിസൈഡിംഗ് ഓഫീസർ മുമ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ വോട്ടിംഗ് വന്ന് നമ്മുടെ പേര് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ കയ്യിൽ മഷി പുരട്ടിയ ശേഷം നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേക്കും ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഈ ബാലറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ആക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ ഒരാൾക്ക് വന്നിട്ട് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യുന്ന ചിഹ്നം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്ന വിവിപാറ്റിലൂടെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. എന്ന് വെച്ചാൽ വിവിപാറ്റിൽ ആ ചിഹ്നം കൃത്യമായിട്ട് വരും. നമ്മളിവിടെ ഇതിപ്പോൾ ഡെമോയാണ്, പക്ഷേ നമ്മൾ ഏത് സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചുവന്ന ബട്ടൺ ഇവിടെ ലൈറ്റ് കത്തുകയും ഇതിൻ്റെ അകത്ത് ആ ചിഹ്നം ഡിസ്പ്ലേ ആവുകയും ചെയ്യും. അങ്ങനെ ഒരു 7 സെക്കൻഡ് ഇതിങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് നിൽക്കും. അതിനുശേഷം ഇത് കട്ടായിട്ട് താഴെ വീഴും. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത ആൾക്ക് തന്നെ, അതായത് നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് വോട്ട് വീട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. സാധാരണക്കാരിലേക്ക് സമ്മതിദാനാവകാശത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നതിനും ശരിയായ രീതിയിൽ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനുമുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള വോട്ട് വണ്ടി പര്യടനം കിഴക്കൻ മേഖലയിൽ പുരോഗമിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുന്നതിനുള്ള വോട്ട് വണ്ടി കഴിഞ്ഞയാഴ്ച മുതലാണ് പുനലൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ വോട്ടർമാരെ കൊണ്ടും വോട്ടുകൾ രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ടുവണ്ടി പര്യടനം നടന്നത്. വോട്ടുവണ്ടി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോളനികൾ, ആദിവാസി മേഖലകൾ, തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോറിക്ഷ, ടാക്സി സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലെ ആളുകൾക്ക് വോട്ടുവണ്ടി പരിചയപ്പെടുത്തി. ഇതിലൂടെ വോട്ടിംഗ് യന്ത്രവും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. അതായത് ഇതാണ് നമ്മുടെ വോട്ടിംഗ് മെഷീൻ, നമ്മൾ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ ഇതാണ്. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, വിവിപാറ്റ്. ഇതിൽ ഈ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റ് മാത്രമാണ് ഒരു വോട്ടറുടെ കൈ വരുന്നത്. ഇത് പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തായിരിക്കും. അപ്പം നമ്മൾ ഒരു വോട്ടറാണ് ഐഡന്റിഫൈ ചെയ്ത ശേഷം നമ്മുടെ കയ്യിൽ മഷി പുരട്ടിയ ശേഷം നമ്മൾ ആ ബോക്സ് ഇതിലേക്ക് വരുന്നത്, നമ്മൾ വോട്ട് ചെയ്യുന്ന കമ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിസൈഡിംഗ് ഓഫീസർ ഇതിന്റെ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യും. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ചുവന്ന ലൈറ്റ് കത്തും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു. വോട്ട് ചെയ്യുമ്പോൾ ആ ചെയ്ത സ്ഥാനാർത്ഥിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ചിഹ്നം നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ അറിയാൻ പറ്റും, ഡിസ്പ്ലേ കാണാൻ പറ്റും. പണ്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അതായത് നമുക്കൊരു സംശയം വരും, നമ്മൾ വോട്ട് ചെയ്ത ആൾക്ക് ഉദ്ദേശിച്ച ആൾക്കാരാണ് വോട്ട് ചെയ്യുന്ന ഒരു ഇത് വരും. പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല. നമ്മൾ ചിഹ്നം കുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ നമുക്ക് ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. ജനങ്ങൾക്ക് ഈ വണ്ടിയിൽ വോട്ട് ചെയ്ത് പരിശീലിക്കുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.